ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. സമയം 9:17 ആയിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയസിൻ്റെ താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഇനീഷ്യൽ ട്രേഡ് അപ്പ് സൈഡിലേക്ക് തന്നെ ആയിരിക്കും. അതായത് അപ്പ് സൈഡ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. നിഫ്റ്റീൻ്റെ ലെവൽസ് നമുക്ക് ഇവിടെ കാണാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 48.74 എന്നുള്ള ഡൗൺ സൈഡ് ലിക്വിഡിറ്റി, 48.579 എന്നുള്ള അപ്പ് സൈഡ് ലിക്വിഡിറ്റി. ഇത് ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ബാങ്കിലും അപ്പ് സൈഡിലേക്ക് തന്നെയാണ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും അപ്പ് സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഓക്കെ, ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:12 ആയിട്ടുണ്ട്. നമുക്കൊരു അപ്പ് സൈഡ് എൻട്രി കൂടി വന്നിട്ടുണ്ട്. ജസ്റ്റ് കഴിഞ്ഞ ക്യാൻഡിൽ തന്നെ വന്നതാണത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇപ്പോഴാണ് കണ്ടത്. അത് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്ത് ഒരു അഗ്രസീവ് എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഏതായാലും പ്രീമിയം റേഞ്ചിൽ എത്തുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാം. 23,966 ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ്. പക്ഷേ പ്രീമിയം റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇത് ടാർഗറ്റ് എക്സാക്ട്ലി 1:5 ഇല്ല. എൻട്രി എടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇനി അല്ലെങ്കിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനാണ്. 1:5 ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതാണ് പ്ലാൻ. പ്രോപ്പർ എൻട്രി സെറ്റപ്പ് പ്രകാരം 1:5 ഇല്ലാതെ ട്രേഡ് എടുക്കണ റിസ്ക് ആണ്. പക്ഷേ ഏതായാലും ഒരു മാർക്കറ്റ് ബുള്ളിഷായി ഇന്ന് പോകുന്നതുകൊണ്ട് തൽക്കാലം നമുക്കൊരു അപ്പ് സൈഡ് എൻട്രി നോക്കാം. 1:1 എത്രയാണ് കിട്ടുന്നത്, ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ എത്ര കിട്ടുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു ഡേ ഹൈ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ തന്നെയാണ് പ്ലാന്. അതെത്തുമ്പോൾ ഇറങ്ങാം. അങ്ങനെ താഴേക്ക് വരുന്നില്ലല്ലോ. ബൈ ചെയ്താലോ കോൾ ഓപ്ഷൻ 10:13 ആയിട്ടില്ലേ. 10:11 ആ ക്യാൻഡലിൽ ആ എൻട്രി വന്നിട്ടുണ്ട്. ശരിക്കും ആ പ്രീമിയം ഒന്ന് താഴേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. നമുക്ക് നോക്കാം, ഒരു ബൈ കൊടുക്കാം. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയാണ് മാർക്കറ്റിൽ. അത് ആ ഒരു സിംഗിൾ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ശരിക്കും അവിടെ. പക്ഷെ മാർക്കറ്റിന് ബെയറിഷ് പ്രീമിയം ആ റേഞ്ചിലേക്ക് തന്നെ വീണ്ടും പ്രീമിയം എത്തിയിട്ടുണ്ടാവും. നമുക്ക് എൻട്രി കൊടുക്കാം. 181. നമുക്ക് എൻട്രി വന്നത് 181.74 അപ്പോൾ അത്യാവശ്യം കയറുന്നുണ്ട് അല്ലേ. അതൊരു ചെറിയൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ 40 പോയിൻ്റ് ഉള്ളൂ അവിടേക്ക്. അപ്പോൾ അവിടേക്ക് എത്രയാണോ ടാർഗറ്റ് വരുന്നത് അത് ബുക്ക് ചെയ്യുക. ഇനിയിപ്പല്ല മാക്സിമം നമുക്ക് SL ആണെങ്കിൽ SL 2000 സംതിങ് SL വരും. പക്ഷേ ഇതൊരു ബുള്ളിഷ് മൊമെൻറ്റം വരുന്നുണ്ട്. 2,000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 2,200 ആയി. 1:1 ആയിട്ടുണ്ട്. കോസ്റ്റിൽ വെക്കണ്ട, അവിടെ നോട്ടെ. ഒന്നാമത് നമുക്ക് ടാർഗറ്റ് ഇല്ല. പിന്നെ ഇതിപ്പോൾ SL അടിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മുടെ എൻട്രി മിസ്സാവുന്ന ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്കിത് എക്സിറ്റ് ചെയ്യണോ? ഇല്ല, പോട്ടെ. പോട്ടെ. മൊമെൻറ്റം വന്നിട്ടുണ്ട്. ഏതാ ലിക്വിഡിറ്റി ഏരിയ എടുത്ത സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്കൊരു മൊമെൻറ്റം പലപ്പോഴും കിട്ടാറുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ നേരം ഉണ്ടാവില്ലേ, കുറേ സെല്ലിലേക്ക് വരുന്നുണ്ട്. 10:15 ആയി. 2 മിനിറ്റ് ആയിട്ടുള്ളൂ ട്രേഡ് എടുത്തിട്ട്. സെല്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി പറന്ന് കയറേണ്ടി വരും, എന്നാൽ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ പണിവാളി. ഫസ്റ്റ് ട്രേഡ് പോകും നമുക്ക്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം ഒരു ദിവസം 2 ഓപ്പർച്യൂണിറ്റി, 2 SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ഇല്ല. അതുകൊണ്ട് മാക്സിമം ട്രേഡ്സ് ശ്രദ്ധിച്ചെടുക്കുന്നതാണ് നല്ലത്. ആരായാലും ഏത് സിസ്റ്റം പ്രകാരം ആരും ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു റിസ്ക് റിവാർഡ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഡിസിപ്ലിൻ, അതായത് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിലൊക്കെ ഡിസിപ്ലിൻഡ് ആയിരിക്കും, എന്നാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് രാവിലെ 9:15 ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വേണം മാക്സിമം ഇന്ന് എനിക്ക് എത്രയാണ് ലോസ്, എത്രയാണ് മീൻസ് എത്ര ട്രേഡാണ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഫിക്സ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും ഒരു ട്രേഡർ ആവാൻ പ്രയാസമാണ് ആ ഒരാൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഒരു സിസ്റ്റം, നമ്പർ ഓഫ് ട്രേഡ്സ് ആയാലും നമ്പർ ഓഫ് SL ആയാലും എന്താണോ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത്
അതിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഡിസിപ്ലിൻ വരുന്നില്ല, ഞാൻ ഓവർ ട്രേഡ് ചെയ്തു പോകുന്നു, അതിനെന്താണ് മാർഗം എന്നൊക്കെ ചോദിക്കും പലപ്പോഴും. പക്ഷേ അത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഒരുപാട് സൈക്കോളജി ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പോലും പലർക്കും പിന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കണം. നമ്മുടെ ആ ഒരു മൈൻഡ് അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടത്, വേറെ ആർക്കും അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ട്രേഡിൽ SL അടിച്ചിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഫസ്റ്റ് SL ഇവിടെ വന്നിട്ടുണ്ട്. അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി തന്നെയായിരുന്നു, ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഒന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ എന്നാണ്. 2400 കുറച്ചധികം നമുക്ക് എന്താ പറയുക 6 പോയിന്റ് സംതിങ് സ്പൈക്കിൽ കുറച്ചധികം 6 7 താഴെ തന്നെയാണ്. പക്ഷേ 2400 നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇന്നത്തെ ഡേ ലോൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 47,918 963 ഈ 2 ലിക്വിഡിറ്റി ഉണ്ട്. ഇത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. അപ്പോൾ ഏതായാലും നല്ല ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലിക്വിഡിറ്റി 47,918 47,963 ഈ 2 ലിക്വിഡിറ്റിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡ് നോക്കാം. അതാണ് ഇന്നത്തെ ട്രേഡ് പ്ലാൻ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:24 ആയിട്ട് കേട്ടോ. 11:24 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് ഒരു എൻട്രി തന്നു. പക്ഷേ നിഫ്റ്റിയിൽ ഞാൻ നോക്കിയിരുന്നതാണ്. നിഫ്റ്റി ആ സമയത്ത് നിഫ്റ്റിയിൽ വാച്ച് ചെയ്തിരുന്നു, പക്ഷേ നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി തന്നിട്ടില്ല. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. വേറെ ട്രേഡൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ആ ഒരു എൻട്രി വന്നതിന് ശേഷം മാർക്കറ്റ് അത്യാവശ്യം നല്ല ബുള്ളിഷായി പോയി. നമ്മുടെ ടാർഗറ്റ് ഇന്നത്തെ ഡേ ഹൈ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു എൻട്രിയിൽ. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ പറയാം. അതൊരു എൻട്രി ആയിരുന്നു നിഫ്റ്റിയിൽ. ആ സമയത്ത് നിഫ്റ്റി എൻട്രിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിഫ്റ്റി എൻട്രി ഏരിയയിലേക്ക് തൊട്ടടുത്ത് എത്തിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. നമുക്ക് എൻട്രി തന്നില്ല നിഫ്റ്റിയിൽ. ഇതിലിപ്പോൾ നമുക്ക് നിഫ്റ്റി ട്രേഡ് എടുത്തില്ല, ബാങ്കിൽ ട്രേഡ് നിഫ്റ്റിയിൽ ട്രേഡ് നോക്കിയിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് വന്നു, പക്ഷേ അത് എടുത്തില്ല എന്നുള്ളതാണ്. ഇത് ബാങ്ക് നിഫ്റ്റി ടാർഗറ്റ് അടിക്കണമെന്നില്ല. ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് SL അടിച്ചതിന് ശേഷം പിന്നെ നിഫ്റ്റിയിൽ ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി തരാം, അങ്ങനെയും വരാം. ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ടാർഗറ്റിലേക്ക് പോകാം, നമുക്ക് എൻട്രി തരാം. അത് അങ്ങനെയൊക്കെ വരാം മാർക്കറ്റിൽ. അത് ചിലൊരു ലെക്കിൻ്റെ ഘടകം കൂടെ ഉണ്ട്. നമ്മൾ ഏതിലാണോ ട്രേഡ് എടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടാർഗറ്റ് SL വരാറുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്കാണ് ബെറ്റർ, നിഫ്റ്റി അങ്ങനെയൊന്നും പറയാനില്ല. അവസരം വരുമ്പോൾ ഇതിലാണ് നമുക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് എടുക്കലാണ് ചെയ്യാറുള്ളത്. 11:40 സമയം നമുക്കൊരു അപ്സൈഡ് എൻട്രി വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ പ്രീമിയം 205.80 22,800 കോൾ ഓപ്ഷൻ. നമുക്ക് 22,800 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് ഓർഡർ റെഡിയാക്കി വെക്കാം. 375 ക്വാണ്ടിറ്റി. സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യാം. 26 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ്. എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിൻ്റെ അവസ്ഥ എന്താ? ഏതായാലും എൻട്രി എടുക്കാം. 206.75 നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മുടെ ഇപ്പോൾ പ്രീമിയം 205 ചെറിയ ലോസിലാണ്. സെക്കൻഡ് ട്രേഡ് ഇതിലും കൂടെ SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം നിർത്തേണ്ടി പോയാലും. അപ്പോൾ ഇതിൻ്റെ താഴെയുണ്ട് കേട്ടോ. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ഇതിൻ്റെ നിഫ്റ്റിയിൽ ഇതിൻ്റെ താഴെയുണ്ട്. ഇത് 22 എന്താ പറയുക 820 റേഞ്ച്, 20 അല്ല 830 റേഞ്ചിലൊക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇനിയിപ്പോൾ അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി താഴെ വരുമോ? ഇനി അത് ടാപ്പ് ചെയ്തിട്ട് എൻട്രി എടുക്കേ എക്സിറ്റ് ചെയ്യണോ? കാരണം നമുക്ക് SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല. ഏതായാലും നോക്കാം. കുറച്ചൊരു പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിൽ വെച്ച് കൊടുക്കാം. കാരണം കുറച്ച് താഴേക്ക് മാർക്കറ്റ് ഇൻ കേസ് ഫാള് വരികയാണെങ്കിൽ ഡൗൺ സൈഡിലോ ലിക്വിഡിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ നിന്ന്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു അവസരം നോക്കാം. അതൊക്കെ നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് പിന്നീട് ഒരു അവസരം നോക്കിയായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് പ്രോപ്പർ എൻട്രി തന്നെയാണ്. പ്രോപ്പർ എൻട്രി എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ ഇന്നത്തെ ഡേ ലോ അതുപോലെ 5 മിനിറ്റ്സിൻ്റെ ഒക്കെ ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ്. അതിനുശേഷം ഒരുപാട് ലിക്വിഡിറ്റികൾ ഉണ്ടാക്കി മാർക്കറ്റ് മുകളിലേക്ക് അങ്ങനെ പോയതാണ്. നമുക്ക് എൻട്രി തന്നത് പിന്നെ ഒരുപാട് ശേഷം ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടി എൻട്രി വന്നിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇന്ന് വേറെയും ഒരു ലിക്വിഡിറ്റി ഇപ്പോൾ താഴെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഹയർ ടൈം ഫ്രെയിം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി താഴെ വരികയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ട്രേഡ് വേണമെങ്കിൽ നമുക്കിത് ഇറങ്ങിയിട്ട് അടുത്തതിൽ നോക്കണമെങ്കിൽ നോക്കാമെന്ന് ഞാൻ പറയാൻ കാരണം അത് കോസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി താഴെ വരികയാണെങ്കിൽ മുകളിലേക്ക് തന്നെ നോക്കാം ഒന്നും കൂടെ അവസരം.
പോട്ടെ, ചെറിയ 136 രൂപ ലോസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിൻ്റെ ആ റേഞ്ച് തന്നെ കൊടുത്തതാണ്. ഇനി വെറുതെ എന്താ പറയുക, ഇനി അവസരം വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. വരട്ടെ, ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:04. നമ്മൾ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല, ആ സെയിം ട്രേഡിൽ തന്നെ നിൽക്കണം. പക്ഷേ നമ്മൾ ആ ഒരു എക്സിറ്റ് ചെയ്ത ട്രേഡിൻ്റെ അവസ്ഥ നോക്കി, എത്ര പോയിന്റാണ് പറഞ്ഞത്. അതല്ല, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്തു. ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ, അത് ടാർഗറ്റ് അടിച്ചു ചെയ്തിട്ടോ. അതായത് ഇന്നത്തെ ഡേ ഹൈ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ട്രേഡ് എടുത്തില്ല, ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് അടിപൊളി ടാർഗറ്റ് കിണ്ണം ടാർഗറ്റാണ് വന്ന്. ബാങ്കിൽ നിഫ്റ്റിയിൽ ആ ട്രേഡ് അത്യാവശ്യം നല്ല പോയിന്റ് പോയിട്ടുണ്ട്, പ്രീമിയം. എന്ത് ചെയ്യാനാ, നമുക്ക് നല്ല സമയദോഷം തന്നെയല്ലേ. ഞാൻ ആലോചിച്ചു, ഞാൻ ഭയങ്കര ഡിഫെൻസീവായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഈ മാസം അത്യാവശ്യം പ്രോഫിറ്റ് ആണല്ലോ, അപ്പോൾ വെറുതെ കോസ്റ്റ് വെച്ച പാട്ട്. പ്രോപ്പർ ട്രേഡ് തന്നെയായിരുന്നു, കുറച്ചുകൂടി താഴെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ആ എക്സിറ്റ് ചെയ്ത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തില്ല, സ്റ്റോപ്പ് ലോസ് തന്നെ വെച്ചത് എനിക്ക് ഒരിക്കലും അടിക്കില്ലായിരുന്നു. എൻ്റെ ഇന്നിപ്പോൾ ഇനി ട്രേഡ് എടുക്കണ ബുദ്ധിയല്ല. ഇനി അവിടെ നിൽക്കട്ടെ, ഇനി നാളെ നോക്കാം. ഇന്നിപ്പോൾ ഇനി ട്രേഡ് എടുത്താലേ ഇമോഷണലി ചെറിയൊരു പ്രോബ്ലം വരും. അപ്പോൾ നമുക്ക് ബെറ്റർ നാളത്തെ ദിവസം നോക്കാം. ഇനിയോണ്ടല്ല സമയം, ഒരുപാട് സമയമുണ്ട്. 12:05 വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം നമുക്ക്. ചാർട്ട് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വേറെ VTCയിലൊക്കെ വല്ല ട്രേഡ് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ നമ്മളെ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ആ ഒരു ട്രേഡ് 11:40 എടുത്തിട്ട് 42, 206 എടുത്ത ട്രേഡ്. അപ്പോൾ അത് 250 സംതിങ് ആണ് പ്രീമിയം. 22,800 കോൾ ഓപ്ഷൻ ആണ്, 250 സംതിങ് ആണ്. അതായത് 50 പോയിന്റിലേറെ പോയി മാർക്കറ്റ് ആ ഒരു പ്രീമിയം. 1:5 ഒക്കെ സുഖസുന്ദരമായിട്ട്. ഈവൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ഹൈ ടാർഗറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റി ഇറങ്ങിയാലും അത്യാവശ്യം പോയിന്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിഫ്റ്റി ഇറങ്ങാതെ ട്രെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഡേ ഹൈ എടുക്കണവരെ, ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് വരെ പോകണവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ അങ്ങോട്ടും പോകും. 22,999 വരെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ വലിയ ടാർഗറ്റ് ആവും ചെയ്യും. വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് ആ രീതിയിൽ യൂസ് ചെയ്യുക, ചിലപ്പോൾ ആ ട്രെയിലിൽ നിന്നിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു സമാധാനത്തിന് പറയാന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നാളത്തെ ദിവസം നോക്കാം. അന്ന് ട്രേഡ് ചെയ്യാതിരിക്കാനുള്ള റീസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കറക്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്തു, അതായത് കോസ്റ്റ് പ്രൈസിൽ വെച്ചൊരു റൂളില്ലാതെ. അതുകൊണ്ട് ഇനി നമുക്ക് നാളെ ട്രേഡ് നോക്കാം. താങ്ക് യു, ബൈ.